ഓണത്തിൻ്റെ ഔദ്യോഗികമായ സ്വകാര്യ ഉദ്ഘാടനം. കുട്ടനാടൻ പുഞ്ചയിലെ ചിത്തൈതോ കൊച്ചു പെണ്ണെ കുയിലാളെ ഒട്ടു വേണം കൂഴൽ വേണം കുരവ വേണം പറവേൽക്കാൻ ആളു വേണം കോടി തോരണങ്ങൾ വേണം വിജയശ്രീലാളിതരായി വരുന്നു ഞങ്ങൾ. കുട്ടനാടൻ പുഞ്ചയിലെ കൊച്ചു പെണ്ണെ കുയിലാളെ ഒട്ടു വേണം കൂഴൽ വേണം കുരവ വേണം അപ്പോൾ പ്രേക്ഷകരെ, ഓണം വന്നു കഴിഞ്ഞു. ഇനി ബിജുലാലിന്റെ മിമിക്രി. ഓക്കെ, ഞാൻ വിനായക ചേട്ടൻ്റെ ഡ്യൂപ്പായിട്ടാണ് ചെയ്യാറ്. ശബ്ദം കാര്യങ്ങൾ. ഞങ്ങൾ ചെറിയ ടീമല്ല, ഞങ്ങൾ കിട്ടിയ ടീമാണ്. കോഴിക്കോട് ഞങ്ങൾ അടിപൊളി ടീമാണ്. അപ്പോൾ ഒരുപാട് സന്തോഷമുണ്ട് ഇവിടെ വരാൻ പറ്റിയതിലും റിപ്പോർട്ട് ചാനലിൽ ഒരു പ്രോഗ്രാം ചെയ്യാൻ പറ്റിയതിലും ഒരുപാട് സന്തോഷം. അപ്പോൾ എല്ലാവരും ഹാപ്പി അല്ലേ? അപ്പോൾ ഞങ്ങൾ ഓണം കളറാക്കുന്നുണ്ടാ. അടിപൊളി. പിന്നെ വേറെ ഏറ്റവും കൂടുതൽ ഏറ്റവും എടുക്കുന്നത് ഏതാ? വേറെ മണിച്ചേട്ടൻ്റെ ഒരു ഇത് എടുക്കാം. മണിച്ചേട്ടൻ്റെ ശരി ഇഷ്ടപ്പെട്ടൊരു പറഞ്ഞാണ് മണിച്ചേട്ടൻ്റെ സൗണ്ട്. എല്ലാവരും എന്താ കൈയടിക്കാണ്ടിരിക്കണേ? ഇത് ഞാനാ നിങ്ങളുടെ കലാഭവമണി. എനിക്കറിയാം, എൻ്റെ ഒരു പാട്ട് നാടൻ പാട്ടുകൾ നിങ്ങൾക്ക് ഇഷ്ടമാണ്. അപ്പോൾ നാടൻ പാട്ട് പാടുന്ന പ്രതീക്ഷ ഇവിടെ ഉണ്ട്. മണിച്ചേട്ടൻ നല്ല പാട്ട് പാടാം. ശബ്ദം ഞാൻ ചെയ്യട്ടെ? മണിച്ചേട്ടൻ്റെ ഒരു ശബ്ദം. ഓക്കെ, മിനിസ്റ്റർ ചോദിച്ചൊരു പൂവാണ്, പൂക്കാലം കൊടുക്കും. മണിച്ചേട്ടൻ്റെ രാജരാജാവ് എന്ന സിനിമയിലെ ഒരു വിക്കനായിട്ടുള്ള ഗുണശേഖരൻ എന്നുള്ള മന്ത്രി കഥാപാത്രം ചെയ്യാം. കമ്മീഷണറെ, നീ രാവണനും രാക്ഷസനും മനുഷ്യനും മക്ക കൂടി ചേർന്ന് കളിക്കുക. നീ കലക്കി. പക്ഷേ 3ാം ക്ലാസ്സിൽ 3 കൊല്ലം തോറ്റ എൻ്റെ തലയുടെ ബുദ്ധി IPS ചരച്ച നിന്റെ തലക്കില്ലടാ കമ്മീഷണറെ. തേങ്ങാ മോശിച്ച് കിടന്ന ഗുണശേഖരൻ ഇവിടം വരെ എത്തി. MLA ആയി, മന്ത്രിയായി, കോടീശ്വരനായി. ഒക്കെ എൻ്റെ വാശിയായിരുന്നു, പകയായിരുന്നു. പണം പണം മാത്രമാണ് എൻ്റെ ഈശ്വരൻ. അതിനു വേണ്ടി ഞാൻ എന്ത് ചെയ്യും? ആരെയും കൊല്ലും. നിനക്കൊരു പുല്ലും ചെയ്യാൻ പറ്റില്ല. താങ്ക് യു മിനിസ്റ്റർ, താങ്ക്സ് എ ലോട്ട്. പുലികളിയുടെ കുറവ് മാത്രമേ ഉള്ളൂ ഇപ്പോൾ ഇവിടെ. അതെ, ഉൾപ്പെടുത്തണം കേട്ടോ. അപ്പോൾ എല്ലാവർക്കും സന്തോഷമുള്ളൊരു വാർത്ത മിനിസ്റ്റർ പറഞ്ഞു. സന്തോഷമായില്ലേ? അതായത് ടൂറിസം വകുപ്പ് ഈ ഓണാഘോഷത്തിന് മുൻകൈ എടുക്കും. പക്ഷേ ഔദ്യോഗികമായ ഫണ്ട് കൊടുക്കുന്നതിൽ മാത്രമേ തടസ്സമുള്ളൂ. ബാക്കി സ്വകാര്യ ഇടങ്ങൾ, ടൂറിസത്തിൻ്റെ എല്ലാ ഇടങ്ങളും സ്വകാര്യ ഓണാഘോഷത്തിനായി തുറന്നു കൊടുക്കുമെന്ന പ്രഖ്യാപനം നടത്തി. നെഹ്റു ബോട്ട് റേസിന് 1 കോടി മുൻപേ കൊടുക്കാമെന്നും തീരുമാനമായി. സന്തോഷമായില്ലേ? റിയാസ് മിനിസ്റ്റർക്ക് വളരെയധികം സന്തോഷം ഈ അവസരത്തിൽ അറിയിക്കുകയാണ്. കച്ചവടക്കാരൊക്കെ ആരെ ഭീതിയിലായിരുന്നു, എന്തായാലും എല്ലാം ക്ലിയറായി എന്ന് മനസ്സിലായി. കച്ചവടക്കാരൊക്കെ ഇറങ്ങുകയാണ്. മിനിസ്റ്റർ ഈ സന്ദേശം കേട്ടു. കച്ചവടക്കാർ വളരെ ആശങ്കയിലായിരുന്നു. വസ്ത്ര വ്യാപാരികൾ, അതേപോലെ ഇലക്ട്രോണിക്സ് മാധ്യമങ്ങൾ, ഇലക്ട്രോണിക്സ് കച്ചവടക്കാർ, ആഹാര സാധനങ്ങൾ മേഖലകൾ എല്ലാവരും വളരെ ആശങ്കയിലായിരുന്നു. ഈ ഒരു പ്രഖ്യാപനത്തോടു കൂടി കച്ചവടക്കാരെല്ലാവരും നന്ദി അറിയിക്കുകയാണ്. ഞങ്ങളെ ഈ ഒരു അവസരം ഉണ്ടാക്കി തന്നത് റിപ്പോർട്ടർ ചാനലിനോട് നന്ദി പറയുകയാണ്. താങ്ക് യു. അപ്പോൾ സന്തോഷമായല്ലോ. അപ്പോൾ ഇനി വ്യാപാരികൾ റിപ്പോർട്ടർ ചാനലിൽ ഷിനോജ് ഇന്നലെ ഒരു വാട്സപ്പിൽ വോയിസ് ഇട്ട് നമ്മൾ SM സ്ട്രീറ്റ് ഗ്രൂപ്പിലോട്ടുള്ള ഇത്ര കളറാവും എന്നുള്ളത് വിചാരിച്ചിട്ടില്ല. നിങ്ങൾ ഇത് കൊണ്ട് തന്നതിൽ ഏറ്റവും വലിയ ഇവിടുത്തെ മുട്ടായിത്തെരുവിൽ റിപ്പോർട്ടർ ചാനൽ ഇപ്പോൾ ഭയങ്കര ജനകീയമാണ്. എന്ത് വിഷയം ഉണ്ടെങ്കിലും എസ്പെഷ്യലി അരുണേട്ടൻ, നമ്മുടെ ലൈവ് അർജുനൊക്കെ കർണാടകയിൽ മരിച്ചു. അതിനൊരു കാര്യം എന്താ അറിയോ? കാരണം നമ്മുടെ ഈ സർക്കാരാണെങ്കിലും പ്രതിപക്ഷമാണെങ്കിലും നമ്മൾ പറയുന്ന കാര്യങ്ങൾ ഇമ്മീഡിയറ്റ് ആയിട്ട് കേൾക്കും. അത് മറ്റൊരു സംസ്ഥാനത്ത് ഇങ്ങനൊരു ചാനലിൽ ഇടപെടാൻ പറ്റുമെന്നൊന്നും എനിക്കറിയില്ല. പക്ഷേ ഇപ്പോൾ മിനിസ്റ്റർ തന്നെ നേരിട്ട് വന്ന് കാര്യങ്ങൾ പ്രഖ്യാപിക്കുകയാണ്. അപ്പം നമ്മുടെ സർക്കാരും പ്രതിപക്ഷവും രാഷ്ട്രീയവും ഒക്കെ ജനകീയമാകുമ്പോൾ സ്വാഭാവികമായി നമ്മളും ജനകീയമാവും. അത്രേ ഉള്ളൂ. എത്ര ഐക്യം ഉണ്ടാവുള്ളൂ കേരളത്തിൽ. അതാണ് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട. അപ്പം ഇതിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഏത് ദുരിതത്തിലും സർക്കാർ കൂടെ ഉള്ളതുപോലെ തന്നെ സന്തോഷത്തിലും സർക്കാർ കൂടെ ഉണ്ടാവും. അതാണ് ജനങ്ങളോടൊപ്പം സർക്കാർ. അത് നമ്മൾ മനസ്സിലാക്കാം. മിനിസ്റ്റർ എന്തോ സംസാരിക്കുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞ് അവസാനിപ്പിക്കുക. മിഠായിത്തെരുവിൻ്റെ മധുരം ഇപ്പോൾ കോഴിക്കോട് മാത്രമല്ല, കേരളത്തിലാകെ പടരുകയാണ്. കഴിഞ്ഞ പുതുവത്സരത്തിന് മാനാഞ്ചിറ സ്ക്വയറിൽ തിരുവനന്തപുരത്തുള്ളതുപോലുള്ള ലൈറ്റിംഗ് വന്നു. ഒരു കാര്യം കൂടി ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു. ഇനിയിപ്പോൾ ഈ ഓണം കഴിഞ്ഞ് ഒക്ടോബർ, നവംബർ, ഡിസംബർ മാസമുണ്ട്. നമുക്ക് പുതുവത്സരത്തെ വരവേൽക്കുന്നതായാലും
ഡിസംബർ മാസം കച്ചവടക്കാർക്കൊക്കെ ഏറെ സന്തോഷമാകുന്ന നിലയിലേക്കുള്ള പരിപാടികൾ നടത്താനുള്ള ആലോചനയും ടൂറിസം വകുപ്പിൻ്റെ ഭാഗത്തുനിന്നുണ്ട് എന്നുള്ള സന്തോഷ വിവരവും നിങ്ങളെ പ്രത്യേകം അറിയിക്കുകയാണ്. അതിന് നിങ്ങളെല്ലാവരും കൂടെ നിൽക്കണം. നമ്മളെല്ലാവരും ഒരുമിച്ച് നിൽക്കണം. കക്ഷി രാഷ്ട്രീയ ഭേദമന്യേ മറ്റെല്ലാ അതിർവരമ്പുകൾക്കപ്പുറത്തും മനുഷ്യൻ്റെ ഹാപ്പിനെസ് ഇൻഡെക്സ് വർദ്ധിക്കുന്ന നിലയിൽ, സന്തോഷം വർദ്ധിക്കുന്ന നിലയിൽ ലോകത്തെവിടെയുള്ള മനുഷ്യർ വരാൻ കൊതിക്കുന്ന ഇടമായി കേരളത്തെ മാറ്റാനുള്ള ശ്രമത്തിൽ നമുക്ക് എല്ലാവർക്കും ഒന്നിക്കാം. എല്ലാവർക്കും നന്ദി, നമസ്കാരം, ഓണാശംസകൾ. താങ്ക് യു. വണ്ടർഫുൾ. ഓണാശംസകൾ മിനിസ്റ്റർ നേർന്നിട്ടുണ്ട് റിപ്പോർട്ടർ ടിവിയിലൂടെ. അപ്പോൾ ആദ്യത്തെ ഓണാശംസയാണ് മിനിസ്റ്ററിൽ നിന്ന് കിട്ടിയത്. റിപ്പോർട്ടർ ചാനലോടുകൂടി പൊളിക്കട്ടെ ഇത്തവണത്തെ ഓണം. താങ്ക് യു മിനിസ്റ്റർ, താങ്ക്സ് എ ലോട്ട്. എല്ലാവരും ഹൃദയം കൊണ്ട് മിനിസ്റ്റർക്കും ഒപ്പം സർക്കാരിനും ഒപ്പം ഇതിന് പിന്തുണ നൽകുന്ന പ്രതിപക്ഷത്തിനും എല്ലാവർക്കുമുള്ള ഐക്യം നമ്മൾ രേഖപ്പെടുത്തുന്നു. പിന്തുണയും സ്നേഹവും അറിയിക്കുക കൂടി ചെയ്യുന്നു. പ്രിയപ്പെട്ട പ്രേക്ഷകരെ, നമ്മുടെ വരവ് വെറുതെ ആയില്ല അല്ലേ? അപ്പോൾ നെഹ്റു ട്രോഫി വള്ളംകളി നടക്കും. ഓണം വാരാഘോഷം ഔദ്യോഗികമായില്ലെങ്കിലും പൊളിക്കും.